beauties, assalamu alaikum. It's me, lovely Aishu. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അതേപോലെ അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കുറേ ദിവസമായി ഞാൻ കുറേ ദിവസമല്ല, ഐ ഗസ് കുറേ മന്ത്സ് ആയെന്ന് തോന്നുന്നു ഞാൻ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാതെ. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു അപ്ലോഡ് എ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് വന്നതാണ്. ബിക്കോസ് ലാസ്റ്റ് ടൈം നോമ്പിൽ ആണെന്ന് തോന്നുന്നു, നോമ്പിൽ ആണ് ഞാൻ ക്ലീനിങ് മൈ കിച്ചൺ സംതിങ് ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ഹോൾ ഫ്ലാറ്റ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കെന്ത് കോണ്ടൻറ്റ് കിട്ടുന്നില്ല ഗൈസ്, എന്ത് വീഡിയോ ക്രിയേറ്റ് ആക്കിയിട്ടാണോ ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ ഞാൻ പേഴ്സണലി വേറെ കാര്യത്തിൽ ബിസി ആയിരുന്നു. സോ ദാറ്റ്സ് വൈ എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള ടൈമും കിട്ടിയിട്ടില്ല, പിന്നെ വ്ളോഗ് എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് നല്ല പണി ചെയ്യാനുള്ള മൂഡുണ്ട്, പിന്നെ വ്ളോഗ് എടുക്കാനുള്ള മൂഡുണ്ട്. സോ ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ട് തന്നെ എല്ലാം പണി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കാൻ പാടില്ല ഈ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കുമെന്ന്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് എന്നെ പോലെ ഫ്രീ ആവൊന്നും ആവറില്ല. ഐ മീൻ ഇത്ര കച്ചറ ആക്കിയിട്ട് വെക്കാൻ. ഓക്കെ, എല്ലാവരും നീറ്റ് വെക്കും വീട്. ഒബ്വിയസ്ലി ഞാനും നീറ്റ് വെക്കും. ബട്ട് എൻ്റെ വീട് ഇത്ര മെസ്റ്റപ്പ് ആവാനുള്ള റീസൺ എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ എന്താ അറിയോ ഗൈസ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കും, എൻ്റെ വാർഡ്രോബിൻ്റെ ഒരു ഡ്രസ്സ് എടുക്കും. ഓക്കെ, അത് സപ്പോസ് എനിക്ക് കംഫർട്ടബിൾ ഫീൽ ആയില്ല, അല്ലെങ്കിൽ എനിക്ക് സൂട്ടബിൾ അല്ല എന്ന് തോന്നിയാൽ ഞാൻ എന്താക്കും, അത് മാറ്റി വെക്കും, പിന്നെ വേറെ ഡ്രസ്സ് എടുക്കും. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് കംഫർട്ടബിൾ ആകുന്ന ഡ്രസ്സ് കിട്ടുന്നവരെ ഞാൻ എന്താക്കും, വാർഡ്രോബിലുള്ള എല്ലാ ഡ്രസ്സ് എടുത്തിട്ട് മാറിയിട്ടിടും. ഇപ്പം എനിക്ക് പുറത്ത് പോകാനുണ്ട്, ഇൻഷാല്ല ഇനി വീട്ടിൽ വന്നിട്ട് എല്ലാം സെറ്റാക്കി വെക്കാവുന്ന ഒരു ഇതിൽ, മനസ്സിലായി, അങ്ങനത്തെ ഒരു തോട്ടിലാണ് ഞാൻ എല്ലാം ധൈര്യത്തിൽ വാരിട്ടിടുന്നത്. ബട്ട് നിങ്ങളിൽ വാരിട്ടുന്നായിരിക്കും അല്ലേ, ഐ മീൻ പ്യുവർ സ്ലാങ്ങിൽ. ഞങ്ങൾ കാസർഗോഡും ഇവിടുത്തെ ഡിഫറൻസ് എന്താ അറിയോ, കാസർഗോഡിലെല്ല ബാ അങ്ങനത്തെ ഒരു ഇതിൽ, ഇവിടെ അല്ല വ, ഐ മീൻ പ്യുവർ മലയാളത്തിൽ വ അങ്ങനെയല്ല ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നത്. ബട്ട് വാട്ട് എവർ, എന്നെ സ്നേഹിക്കുന്ന ആൾ എൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കും ഞാൻ വിചാരിക്കുന്നു. ഞാനും ഓവർ ആക്ടിന് കമൻറ്റ് ഇടണ്ട, ഞാൻ നോർമലി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. സോ ആരും ഓവർ ആക്ട് ആക്കുന്നതെന്ന് വിചാരിക്കണ്ട. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ഉണ്ടായിന്, ഞാൻ ആ ഒരു തോട്ടിലാണ്. അങ്ങനെ എല്ലാ ഡ്രസ്സായാലും പിന്നെ മേക്കപ്സ് ആയാലും ഞാൻ അവിടെ ഇവിടെ വെച്ചിട്ടിരിക്കും, വന്നിട്ട് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ബട്ട് വന്നിട്ട് എന്താ പറയുക, ഞാൻ ഫുള്ള് ടയേർഡ്നെസ് ആയിരിക്കും പുറത്തിന് വരുമ്പോൾ. ഐ മീൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ടയേർഡ്നെസ് ഉണ്ടാവും, റൈറ്റ്? സോ അപ്പോൾ എനിക്ക് ക്ലീൻ ആക്കാനുള്ള മൂഡ് വരുന്നില്ല ഗൈസ്. ഞാൻ ഒന്ന് ഉറങ്ങിയാൽ മതി, റെസ്റ്റ് എടുത്താൽ മതി, ആ ഒരു മൂഡിലായിരിക്കും. സോ ഇതെന്താക്കും, നെക്സ്റ്റ് ഡേ ആക്കാമെന്ന്. നെക്സ്റ്റ് ഡേ അതേപോലെ ചിലപ്പോൾ ഞാൻ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ക്ലീൻ ആക്കാനുള്ള മൂഡിലായിരിക്കില്ല. സോ ദാറ്റ്സ് വൈ എൻ്റെ വീട് ഇത്ര മെസ്ഡ് അപ്പ് ആയിട്ടുള്ളത്. ബട്ട് നോ വറീസ്, ബിക്കോസ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് നല്ല എനർജിയിൽ വീട് ക്ലീൻ ആക്കാനുള്ളത്. ഐ ഡോണ്ട് നോ ഇന്ന് ക്ലീൻ ആക്കി ഇനി എപ്പോൾ മെസ്ഡ് അപ്പ് ആവുന്നു. സോ ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ. ആൻഡ് ക്ലീനിങ് സ്റ്റാർട്ട് ആക്കുന്ന മുമ്പ് തന്നെ ഞാൻ ഫസ്റ്റ് പോയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുന്നു. ഐ മീൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കണോ, ബിക്കോസ് എനിക്ക് നല്ല പൈക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. ഓരോ വേർഡ്സ് റിമെമ്പർ ആക്കിയിട്ട് പറയേണ്ടി വരും. ഫോർ ഓൾ ഓഫ് യു ഗൈസ്, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എഗ് ആൻഡ് ബ്രെഡ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത്, സിമ്പിളാണത്, എല്ലാവരും ഉണ്ടാക്കുന്ന. സോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു. ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് എനർജി വരട്ട്, അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് സ്റ്റാർട്ടാക്കാം. ഓക്കെ,
സോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കിച്ചണിലാണ്. സോ വെൽക്കം ടു മൈ കിച്ചൺ. ആൻഡ് ഐ നോ നിങ്ങൾക്ക് എൻ്റെ ഫേസ് ക്ലിയർ ആവുന്നില്ല ബിക്കോസ് ഓഫ് ദ ലൈറ്റ്. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ആൻഡ് ഫോക്കസ് ഓൺ മീ. സോ നമുക്ക് ഫസ്റ്റ് ഇവിടെ നമ്മൾ ഗ്യാസ് ഓൺ ആക്കണം. ഹേ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിനല്ലേ ഗൈസ് ഇതൊരു ക്ലീനിങ് വീഡിയോ ആണെന്ന്. പിന്നെ നിങ്ങൾ എന്തിന് അവിടെയുള്ള വേസ്റ്റൊക്കെ നിങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ. ഇൻഷാല്ലെല്ലാം ഒന്ന് ക്ലീൻ ആക്കാം. ഓക്കെ, സോ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഹിയർ ഇസ് ദ ബ്രെഡ്. I guess this is gonna be cooking vlog. So ഞാൻ പാൻ ചൂടായ ശേഷം ഇവിടെ പാൻ ചൂടായിട്ടില്ലാന്ന് തോന്നുന്നു ബിക്കോസ് ഇതിൽ വാട്ടറിൻ്റെ ബബിൾസ് ഒക്കെ ഉണ്ട്. ബട്ട് അത് ഉണങ്ങിയിട്ട് ശുക്കാന്ന് അവരെ വെയിറ്റ് ആക്കാനുള്ള പേഷ്യൻസ് എൻ്റെ അടുത്തില്ല. സോ ഐ മീൻ എൻ്റെ ഇല്ല. സോ ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് അതിലിടണം. ഇനി നമുക്ക് കുറച്ച് സോൾട്ട് എടുക്കണം. ആൻഡ് സോൾട്ടിനെ ഞങ്ങൾ എന്ത് ചെയ്യണം? സ്പ്രിങ്കിൾ ആയിട്ട് കൊടുക്കണം. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഞങ്ങൾ എന്ത് ചെയ്യണം? ബ്ലാക്ക് പെപ്പർ എടുക്കണം. എടുത്തിട്ട് എന്ത് ചെയ്യണം? ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് സ്പ്രിങ്കിൾ ചെയ്യണം. പിന്നെ എനിക്ക് എഗ് നല്ല റോസ്റ്റ് ആവുന്നത് ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ, സോ ഞാൻ റോസ്റ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്താക്കും? ബ്രെഡ് എടുക്കും, ഒക്കെ ഡിപ്പാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഉൾട്ട സൈഡ് അതിനെന്ത് പറയാ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സൈഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഡിപ്പാക്കി അതിൻ്റെ മറ്റേ സൈഡിൽ ഞാൻ വെച്ച് കൊടുക്കും. മനസ്സിലായ? എനിക്ക് ചിരി വരുന്നുണ്ട് ഗൈസ് വ്ലോഗ് എടുക്കാൻ. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, അങ്ങനെ ഞാൻ 3 ബ്രെഡ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലിറ്റിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു സോട്ട് എടുക്കണം. ബിക്കോസ് കൈകൊണ്ട് നമുക്ക് മുട്ട എടുക്കാൻ പറ്റൂല. സോ എന്നിട്ട് ഞാൻ ഇതിനെ ഉൾട്ടാക്കുന്നില്ല. ഞാൻ അത് പ്ലേറ്റ് എടുക്കും. ആ പ്ലേറ്റിൽ എന്താക്കും? ഇട്ടിട്ട് അല്ല. ഓക്കെ, നൈസ് ട്രൈ. അങ്ങനെ എൻ്റെ എഗ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറേ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനർജി ലെവൽ ലോ ആവുന്നുണ്ട് ഗൈസ്. സോ നമുക്ക് ഫാസ്റ്റ് പോയിട്ട് ഫുഡ് കഴിക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഗൈസ് ബിഫോർ ഗോയിങ് ടു ഈറ്റ് സം ഫുഡ് ഞാൻ എന്താക്കൂ? ഒരു ഗ്ലാസ് വെള്ളം എടുക്കൂ. അതിൽ ഈ ഫ്ലിക്സിൻ്റെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടിടും. ഇത് കുടിച്ചിട്ട് പിന്നെ സത്യം പറഞ്ഞ ഇതിൽ ഇട്ടിട്ടുള്ളത് എന്താ അറിയോ? ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾ 2 ടൈം എടുക്കണം. ഒന്ന് ഉച്ചയ്ക്ക് ബിഫോർ ലഞ്ച്, അതും 30 മിനിറ്റ്സ് ബിഫോർ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ബിഫോർ ഡിന്നർ 30 മിനിറ്റ്സ് ബിഫോർ സെയിം. ഓക്കെ, ബട്ട് എനിക്ക് 30 മിനിറ്റ്സ് വരെ വെയിറ്റ് ആക്കാനുള്ള പേഷ്യൻസ് ഇല്ല, ആസ് യു നോ വെൽ. സോ ഞാൻ ഇപ്പോൾ ഫസ്റ്റ്
ഇതെടുക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡാക്കും. അത് റിസൾട്ട് കിട്ടുമോ ഇല്ല ഐ ഡോണ്ട് നോ, ബട്ട് ഞാനിത് ട്രൈ ആക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ തടി കുറയുന്നില്ല, എൻ്റെ തടി കൂടുന്നില്ല, യൂസ് ആക്കുന്നുണ്ട്. എനിക്കിതിൽ ഇതാ ഇഷ്ടമാണ് ഗൈസ്. ആ ടാബ്ലറ്റ് വെള്ളത്തിൽ അബ്സോർബ് ആകുമ്പോൾ ഒരു സൗണ്ട് വരുന്നത് സോ റിലാക്സിങ്, സീരിയസ്ലി നൈസ്. എൻ്റെ സ്മെല്ല് നല്ലുണ്ട്. ഓക്കെ, ആപ്പിളിൻ്റെ. സോ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇത് നല്ല അബ്സോർബ് ആയിട്ടുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ഇത് എടുക്കും, എന്നിട്ട് ഞാൻ എൻ്റെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കും. സോ ഫുഡ് കഴിച്ചിട്ടായിട്ട് കാണാം. ഓക്കെ, അതുവരെ സ്റ്റേ ട്യൂൺ. സോ ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ച് എൻ്റെ കിച്ചണിലുണ്ടായ കുറച്ച് പാത്രം അതെല്ലാം ഞാൻ വാഷ് ആക്കി കിച്ചൺ ഫുൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്ന വേണ്ടാന്ന് വിചാരിച്ചു, ബിക്കോസ് എല്ലാവരും എങ്ങനെ നോർമലി പാത്രം വശിക്കണം അതേപോലെ ഞാനും സെയിം, അതല്ലാതെ വേറെ ഒന്നും സ്പെഷ്യാലിറ്റീസ് ഒന്നുമില്ല. സോ പിന്നെ ഒന്നാമത്തെ എൻ്റെ ഫോൺ ചാർജിങ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഫോൺ ചാർജിൽ കുത്തിയിട്ട് ഞാൻ അവിടെ പണി ചെയ്യുന്നുണ്ടായി. സോ അതവിടെ ഡൺ ആയിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ ട്രാൻസാക്ഷൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഫ്ലാറ്റ്. ഞാൻ ഇവിടെ ചെറിയ ചെറിയ സീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നെക്സ്റ്റ് ടൈം ഞാൻ ഫ്ലാറ്റ് ടൂർ വീഡിയോ ചെയ്തിട്ട് ഫുള്ളി കാണിക്കാം. ഓക്കെ. പിന്നെ ഇത് ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡ് സൈഡിൽ കണ്ടതാണ്. സോ ഇന്നലെ ഞാൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനിത് കഴിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടതാണ്. ദാറ്റ്സ് ഓൾ. എൻ്റെ വീട്ടിൻ്റെ ഓൾമോസ്റ്റ് ക്ലീനിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ലാസ്റ്റിൽ ഞാനിപ്പോൾ അടിക്കുന്നുണ്ട്. അടിക്കുന്നതിന് എന്ത് പറയുന്നത് എനിക്കറിയുന്നില്ല. എന്തായിട്ടും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നല്ലേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്, ഞാനിപ്പോൾ എന്ത് പറഞ്ഞതെന്ന്. അത് മതി അല്ലേ. ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് കുറച്ച് നേരം സോങ്സ് കേട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാനിങ്ങനെ ഇമോഷണൽ ആയത്. ഞാൻ സാഡ് സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഇമോഷണൽ ആവാറുണ്ട്. ദാറ്റ്സ് കോമൺ. ഓക്കെ. ഇനി ഇത് കണ്ടിട്ട് ആരും ഞാൻ എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് കരയുന്നായിരിക്കും ദാറ്റ് ദിസ് എന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. പ്ലീസ്. അല്ലെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനിൻ്റെ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഒരാളെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് കുത്തി കുത്തി പറഞ്ഞിട്ട് അവരെ ഹേർട്ടാക്കുന്നതിൽ ഇൻട്രസ്റ്റ് കൂടുതലല്ലേ, അതിന് ഞാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്തറിയോ ഗൈസ്, ഞാൻ കുറച്ച് നേരം കരയുമ്പോഴേ എൻ്റെ മൈൻഡ് നല്ല ഫ്രഷ് ആവാറുണ്ട്. മാഷാ അല്ലാ. സോ കരഞ്ഞിട്ട് എൻ്റെ എനർജി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എനർജി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരുന്ന്. ഇതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഫുഡ്. വൈറ്റ് റൈസ് വിത്ത് മത്തിക്കറി, പിന്നെ മത്തി ഫ്രൈ, പിന്നെ മത്തി മീൻ്റെ മുട്ട ഉണ്ടായിരുന്നു. എനിക്ക് മീൻ്റെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൈപ്പക്കൻ്റെ വറുത്ത കറി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് മോരും ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ മോരും അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര തന്നെ ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ ഫുഡ്. ഇതെൻ്റെ റൂമിൻ്റെ വ്യൂ ആണ് ഗൈസ്. മാഷാ അല്ലാ, നല്ല മൂടി ക്ലൈമറ്റ് അല്ലേ. എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോറാവാറുണ്ട്. ഇപ്പോൾ നല്ല മഴ ഉണ്ടല്ലേ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ വരും, ഇടയ്ക്കിടയ്ക്ക് വെയിൽ, ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും ഡെയിലി. ഓൾമോസ്റ്റ് 1 വീക്ക് ആയിന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായി. ഞാനും മോളും കുറച്ച് പർച്ചേസ് ആക്കാൻ പോയി. എൻ്റെ വീട്ടിൽ കുറച്ച് സാധനം വേണമെന്നുണ്ടായിരുന്നു. സോ വേണ്ട സാധനം എല്ലാം എടുത്തിട്ട് ഇതിപ്പോൾ ഞങ്ങൾ ബിൽ പേ ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് ഗൈസ്. ക്യൂ നിന്നിട്ടുണ്ട് ആൾക്കാർ. സോ ഞാനും വെയിറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇന്നത്തെ നൈറ്റ് ഫുഡ് ഞങ്ങൾ പുറത്താണ് കഴിച്ചത്. എങ്ങനെയും ഞങ്ങൾ പർച്ചേസിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതല്ലേ. സോ വിചാരിച്ച്
ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക. പിന്നെ അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഗീ റൈസ് ഓർഡർ ആക്കിയതാണ്. മാഷാ അല്ലാ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. ഫുഡ് ഫുള്ളി മിക്സ്ഡായിട്ട് തന്നിട്ടുള്ളത്, ഒരു ചട്ടിയിലിട്ടിട്ടാണ് തന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങനത്തെ ഒരു ഫുഡിന് ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കുന്നത്. എനിക്ക് സീരിയസ്ലി പറഞ്ഞാൽ മാഷാ അല്ലാ നല്ല ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ചിട്ട് എൻ്റെ ബാക്കി പണി ചെയ്തിട്ട് ഞാൻ നല്ലൊരു നാപ്പ് എടുത്തിട്ടുണ്ടായിന്. ഇപ്പോഴാണ് ഇപ്പോഴല്ല, കുറച്ച് നേരത്തെ ഞാൻ എണിച്ചിട്ടുണ്ട്. ഈ വ്ളോഗ് ഉണ്ടാക്കുന്ന ടൈമായിന് എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ഈ വ്ളോഗ് ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞങ്ങൾ ഇനി അടുത്ത വ്ളോഗായിട്ട് കാണാം. ഐ ഗെസ് നെക്സ്റ്റ് വ്ളോഗ് ഇൻഷാ അല്ലാ മേക്കപ്പ് റിലേറ്റഡ് ആയിരിക്കും. ബിക്കോസ് ഞാൻ മേക്കപ്പ് കോഴ്സ് എടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയുന്നു വിചാരിക്കുന്നു. പിന്നെ യാ, സോ മേക്കപ്പിൻ്റെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ എൻ്റെ ഫേസിൽ തന്നെ മേക്കപ്പ് ചെയ്യാൻ, ഐ മീൻ സെൽഫ് മേക്കപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ മോഡൽസിന് ബ്രൈഡൽ മേക്കപ്പ് ചെയ്തിട്ട് ഷെയർ ആക്കും. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ആക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ, ഹോപ്പിംഗ് ഫോർ ബെസ്റ്റ്. യാ, പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും, ആര് വീട്ടിലാവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും മേക്കപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ലൈക്ക് ബ്രൈഡൽ മേക്കപ്പ്, പാർട്ടി മേക്കപ്പ്, എനിത്തിങ് എൽസ്, എല്ലാ ടൈപ്പ് മേക്കപ്പ്സ് ഞാൻ ചെയ്യും. സോ ഇൻഷാ അല്ലാ ഞാൻ താഴെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൊടുത്തിട്ടുണ്ട്, എൻ്റെ മേക്കപ്പിൻ്റെ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഐ മീൻ കൊടുക്കും. പിന്നെ എൻ്റെ മെയിൻ ഐ ഡിയും കൊടുക്കും. നിങ്ങൾ മേക്കപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വന്ന് DM ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് അതിൽ റെസ്പോണ്ട് ആക്കും. ഓക്കെ, പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ത്രൂ കാണാം. ഓക്കെ, അതുവരെ സ്റ്റേ ട്യൂൺ ഗൈസ്. ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് like and share it with your friends and family, and don't forget to subscribe my channel. Love you all. Thank you so much.